guys, welcome to yet another episode of Soak Up Shoot with Shruti. Hi. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു സീരീസ് വ്ലോഗായിരിക്കും. ഇതിൽ ഒരു ബാക്കപ്പ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാവും. കാരണം ഇതൊരു ട്രിപ്പ് വ്ലോഗാണ്. നമ്മൾ ഇതേ സമയം കഴിഞ്ഞ വർഷം ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, മണാലി ട്രിപ്പ്. അതുപോലെ നമ്മൾ അടുത്ത ഡിസംബറായി, അടുത്ത ട്രിപ്പിന് ടൈമായി. സോ ഞാൻ ട്രിപ്പിന് പോവാണ്. മണാലിയിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നു. ഇതിപ്പോൾ രാത്രിയായി, 8 മണി കഴിഞ്ഞു. എനിക്ക് 9:30ക്കാണ് ട്രെയിൻ. എങ്ങോട്ടേക്കാണ് ഏതാണെന്നുള്ളതെല്ലാം സർപ്രൈസാണ്. അപ്പം പോകെ വ്ലോഗ് കാണാം. അപ്പോൾ ഓരോ സ്റ്റോപ്പിലും കാണാം. എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ എടുക്കാൻ മറന്നുപോയി. അത് ആക്ച്വലി ഇവിടെ ഇല്ല. അത് കാരണം അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ട്രിപ്പിന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നെയിലൊക്കെ എങ്ങനെയോ ആയിക്കോട്ടെ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പോകെ കാണിച്ചു തരാം. 9:30ക്ക് ട്രെയിൻ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങട്ടെ. ഊബർ ബുക്ക് ചെയ്തിരിക്കുന്നു. ഊബർ വന്നിട്ടില്ല. ഊബർ കയറിയ ഉടനെ ജസ്റ്റ് ടു റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞാൻ ട്രെയിനിൽ കയറി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അരുൺ ചേട്ടനെയും നിമ്മ ചേച്ചിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ ലേറ്റാണ്. 9:30ക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം മണി 10:30ആയി. ട്രെയിൻ ഇപ്പോഴാണ് വന്നത്. അപ്പം ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഏത് സമയമാകുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ട്രെയിനിൽ കയറി. ഇവിടെ സൈഡിലൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാണ്. ഞാൻ ഫുഡ് കഴിച്ചു ഇതിൻ്റെ ഇടയ്ക്ക്. അതൊന്നും എടുക്കാൻ പറ്റില്ല. ഞാനപ്പോൾ കഥ പറയലിൽ ബിസി ആയിപ്പോയി. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് നൈറ്റ്. അവിടെ ചെന്നിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. സോ ഞാൻ ട്രെയിനിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. So guys, destination reach. So നമ്മുടെ ഡെസ്റ്റിനേഷനിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി കുറച്ച് ദൂരം പോകാനുണ്ട്. ഞാൻ ടാക്സിയുടെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എയർപോർട്ടിലല്ല, റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ക്യാബിൽ ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ സ്ഥലം പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ മറ്റേ ബോർഡ് കാണില്ല. അപ്പോൾ ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ബോർഡൊന്നും ഇല്ലായിരുന്നു. മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഞാൻ ഗോവയ്ക്കാണ് ട്രിപ്പ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ റൂമിലേക്ക് പോകണം. ലേറ്റായിരുന്നു, ഭയങ്കര ലേറ്റാണ് ട്രെയിൻ. ഞാൻ രാവിലെ 9 മണിക്ക് എത്തേണ്ടത്. അപ്പോൾ ഒരു റൂമിലൊരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ 11:45. ഇത് ഇപ്പോഴാണ് 11:30 കഴിയുമ്പോഴാണ് എത്തിയത്. ഇനിയും ഞാൻ അവിടെ ചെന്ന് ഒന്ന് ഫ്രഷായി ഒക്കെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം തന്നെയാണ് പോയത്. പിന്നെ ഗോവയിലെ നൈറ്റാണ് കുറച്ചും കൂടെ വൈബ് എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഫോൺ ഡെഡായിരുന്നു. ഫോൺ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ റൂമിലെത്തി ഒന്ന് ഫ്രഷായി റെഡിയായി. ഞാനപ്പം രാവിലെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര വെയിലാണ്. നമ്മൾ സ്കൂട്ടിയിലാണ് ഗോവ ഫുൾ കറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കൂട്ടി താഴെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അഗോറ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോർട്ട് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിലേക്ക്. ഇപ്പം 2 മണിയായി. അപ്പം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ മൊത്തം ബീച്ചുകളാണല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ബീച്ചിലേക്കും ഷോപ്പിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് എൻ്റെ റൂം. ഒരു കുഞ്ഞി റൂമാണ്. സോ ഇറങ്ങട്ടെ. ഭയങ്കര വിശക്കുന്നു. അപ്പോൾ എനിക്ക് കഥയൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ ബാൽക്കണി വ്യൂ. ഇവിടെ ഉണ്ടായിരുന്നൊരു കപ്പലിനെ ഞാനെടുത്ത് കഴിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് ഇപ്പോൾ വന്നു. ഇവിടെ ഒരു ഫോർട്ട് പോലെയാണ് എന്നാണ് പറയപ്പെട്ടത്. അപ്പം ഒന്ന് കയറി നോക്കിയിട്ട് പറയാം. സോ ഇതാണ് ടിക്കറ്റ്. 25 രൂപയാണ് ഇവിടത്തേക്ക് എൻട്രി ഫീസ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി അങ്ങോട്ടേക്ക് പോകണം. all the arms.
നമ്മൾ ഫോർട്ടിനകത്ത് കയറിയപ്പം ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഗ്രിൽസാണ്. ഇതിൻ്റെ ആക്ച്വലി അകത്തോട്ട് ഹോളോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്ന് ഓരോ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ ബ്ലോഗ്സാണ് ഇഷ്ടം പോലെ. ഇതിനകത്ത് എക്കോ ഇതിനകത്ത് കേൾപ്പിച്ചേ, ഹേ പ്രഭു ഹരി രാമകൃഷ്ണ എല്ലാവരും വിളിച്ച് ഓരോന്ന് വിളിച്ച് പറയുന്നത്. சும்மா அப்படியே Exit the roundabout. നിങ്ങൾ ഈ കാണുന്നത് വീട് പണിയുന്നതല്ല, ഇതൊരു ഷിപ്പ് പണിതുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ക്രൂസ് ഷിപ്പ് പണിതുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ മെയിൻ മാർക്കറ്റാണ്, പഞ്ചിങ് മാർക്കറ്റ്. അതിൻ്റെ ഫിഷ് മാർക്കറ്റാണിത്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറുന്നില്ല, എനിക്ക് ഫിഷ് വേണ്ടാത്തത് കൊണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണ്ട ഐറ്റങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ഹലോ, അപ്പം നമ്മളിപ്പോൾ പഞ്ചിങ് മാർക്കറ്റിലാണുള്ളത്. ആക്ച്വലി ഗോവയിലെ എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് നമ്മുടെ അവിടുത്തെയൊക്കെ ബ്രോഡ്വേ ഒക്കെ പോലെ എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് കിട്ടുന്നതാണ് പഞ്ചിങ് മാർക്കറ്റ്. ഇത് അങ്ങോട്ടും കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കുറേ കടകളൊക്കെ കാണിച്ചു തരാം. ഇനി എൻ്റെ മോന്ത കാണിക്കത്തില്ല, ഇനി ഞാൻ കുറേ സാധനങ്ങളൊക്കെ കാണിക്കും. वाला है, तुम नानी पूरा बनाओ देखो। ट्वेंटी का सेल है, 20 का सेल है भाई। नाइटी कार्ड मुंबई सेल भाई। चला गिदे का 20 रुपया भाई, 20 रुपया निकालो, 20 रुपया निकालो भाई। गिदे का 20 रुपया सेल मुंबई सेल भाई। चला गिदे का 20 रुपया भाई, 20 रुपया निकालो, 20 रुपया निकालो भाई। गिदे का 20 रुपया भाई, 20 रुपया गिदे का 20 रुपया भाई।
അപ്പം നമ്മൾ തിരിഞ്ഞ് തിരിച്ച് കൂട്ടിൽ കയറി. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ തന്നെ ആ ഫുഡ്. ആദ്യം ഒരു സ്റ്റാർട്ടർ ചിക്കൻ ലോലിപ്പോപ്പ് ഉള്ളതൊന്നും ബാക്കിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ബീച്ചിലോട്ടൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നൈറ്റ് ബീച്ച് വൈബാണ് അടിപൊളി എന്ന് പറയപ്പെടുന്നു. അപ്പം ബീച്ചിലോട്ടൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് മൂഡനുസരിച്ച് പീസാവും.